എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പലതരം പുട്ടുണ്ടാക്കാറുണ്ട്. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റാഗിപ്പുട്ട്, റവപ്പുട്ട്, അങ്ങനെ പലതരം പുട്ടുണ്ടാക്കാറുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പുട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പഴുത്ത ചക്ക കൊണ്ടാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. അപ്പോൾ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പഴുത്ത ചക്ക കൊണ്ട് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടവും പഞ്ഞി പോലെയുള്ള ഈ പുട്ട് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 20ഓളം നല്ല പഴുത്ത വരിക്ക ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്ക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചക്ക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരക്കാനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചെടുത്ത ചക്ക ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുഴക്കാൻ ആവശ്യത്തിനുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ചക്കയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. മാവ് കുറച്ച് ലൂസാണ്. അപ്പോൾ കുറച്ചുകൂടി പുട്ടുപൊടി ചേർത്ത് കുഴച്ചെടുക്കാം. പുട്ടുപൊടി ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടിക്ക് അങ്ങനെ അളവൊന്നുമില്ല. നമ്മുടെ ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പുട്ടിൻ്റെ പൊടി കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുണ്ട് വരുമ്പം വേണം. അതുപോലെ തന്നെ നമ്മൾ പൊടിക്കുമ്പം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും വേണം. ഇതാണ് പൊടിയുടെ കറക്റ്റ് പാകം. ഇനി ഈ പൊടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ജാറിലേക്ക് ഈ മിക്സ് കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഈ മിക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ബാച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പൊടിച്ചെടുത്തതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുണ്ടാക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കുറ്റിയിലേക്ക് 1 സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിനോ എന്ന് നോക്കണം. ആയിട്ടില്ലെങ്കിൽ എല്ലാ ഭാഗത്തും 1 സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കണം. ഇനി തേങ്ങയുടെ മുകൾ ഭാഗത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സ് ഇട്ട് കൊടുക്കാം. മൂന്ന് സ്പൂണ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് 1 സ്പൂണും കൂടി തേങ്ങ ഇട്ട് കൊടുക്കണം. അതും എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം. ഈ 3 സ്പൂൺ വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുമ്പം എല്ലാം കറക്റ്റ് അളവായിട്ട് വരും. ഇനി മുകൾ ഭാഗത്തും കൂടി ഇതേപോലെ തന്നെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും മുകൾ ഭാഗത്തും കൂടി 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇനി അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. പുട്ട് വേവിക്കാനായിട്ട് പുട്ടും കുടത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് കുറ്റി ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 6 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് ആവി വരണം. അപ്പോഴേക്കും നമ്മുടെ പുട്ട് നല്ല പോലെ വെന്തിട്ടുണ്ടാവും. ഇനി ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. പുട്ട് വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ 7 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ആവിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടും കുറ്റി എടുത്ത് മാറ്റാം. കുറ്റി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ കുറ്റിയിൽ നിന്നും പുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് തണുക്കണം. പുട്ടിതാ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ആവി പറക്കുന്ന ചക്കപ്പുട്ടിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. രണ്ടാമത്തെ കുറ്റിപ്പുട്ട് ഇവിടെ നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയുടെ മണം വരുന്നുണ്ട്. ഇനി ഈ കുറ്റിയും എടുത്തു മാറ്റാം. രണ്ടാമത്തെ കുറ്റിപ്പുട്ടും ഈ പുട്ടിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.
പഴുത്ത ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പഞ്ഞി പോലുള്ള പുട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ചില കുട്ടികൾക്ക് പഴുത്ത ചക്ക തിന്നാൻ മടിയായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ പഴുത്ത ചക്ക കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ഇതാ കാണുമ്പം തന്നെ അറിയാം, കണ്ടില്ല, അത്രയും നല്ല സോഫ്റ്റാണ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്നാൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം പഴുത്ത ചക്ക കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്. എൻ്റെ ഈ പുട്ടുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.